ഉത്തർപ്രദേശിലെ മധുരയിൽ യമുനാ നദിയിൽ ഒരു കൂട്ടം ഭക്തർ സഞ്ചരിച്ചിരുന്ന ബോട്ട് മറിഞ്ഞ് 10 പേർ മരിച്ചു. മറ്റ് നിരവധി പേരെ കാണാതായി. ബോട്ട് ഒരു പോണ്ടൂൺ പാലത്തിൽ ഇടിച്ചതിനെ തുടർന്നാണ് അപകടം. ശ്രീകൃഷ്ണ ജന്മസ്ഥലത്തേക്കുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. മധുരയിൽ 25ഓളം തീർത്ഥാടകരും നാട്ടുകാരും സഞ്ചരിച്ചിരുന്ന ഒരു സ്റ്റീമർ യമുനാ നദിയിൽ കേസി ഘട്ടിന് സമീപം ഒരു ഫ്ലോട്ടിംഗ് പൈപ്പ് പാലത്തിൽ ഇടിച്ച് മറിഞ്ഞതിനെ തുടർന്ന് ഒരു വലിയ ബോട്ട് അപകടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നിലവിൽ 12ലധികം പേരെ കാണാതായിട്ടുണ്ട്. നിരവധി പേർ മരിച്ചതായും ഭയപ്പെടുന്നുണ്ട്. ഇതുവരെ 3 പേരെ രക്ഷപ്പെടുത്തി. പോലീസും പ്രാദേശിക ഭരണകൂടവും മുങ്ങൽ വിദഗ്ധരും സ്ഥലത്തുണ്ട്. കാണാതായവരെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പോണ്ടൂൺ പാലത്തിന് സമീപം ഉച്ചകഴിഞ്ഞ് 3:15 അപകടം നടക്കുമ്പോൾ ഏകദേശം 25 മുതൽ 27 വരെ ആളുകൾ ബോട്ടിലുണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. മധുര DIG ശൈലേഷ് കുമാർ പാണ്ഡെ പറഞ്ഞു. ഉച്ചകഴിഞ്ഞ് 3:15ഓടെ യമുനാ നദിയിൽ ഒരു പോണ്ടൂർ പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ബോട്ട് അപകടം സംഭവിച്ചു. ഏകദേശം 25 മുതൽ 27 വരെ ആളുകൾ ബോട്ടിലുണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട്. ഇതുവരെയുള്ള ദൃക്സാക്ഷികൾ നൽകിയ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂട്ടിയിടിയുടെ കാരണം ബോട്ട് പോണ്ടൂൺ പാലത്തിൽ ഇടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി തോന്നുന്നത്. 10 മൃതദേഹങ്ങൾ സ്ഥലത്ത് നിന്നും കണ്ടെടുത്തു. ഫയർ സർവീസസ്, പോലീസ്, പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ, ബോട്ട്മാൻമാർ എന്നിവർ ഇവിടെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട്. NDRFിൽ നിന്നുമുള്ള ടീമുകൾ അതത് താവളങ്ങളിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാണാതായ എല്ലാ വ്യക്തികൾക്കുമായി നിലവിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. കാണാതായവരെ കണ്ടെത്തുന്നതിനായി പോലീസ്, അഗ്നിശമന സേന, മുങ്ങൽ വിദഗ്ധർ, പ്രാദേശിക ബോട്ട്മാൻ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. NDRFിൽ നിന്നുമുള്ള ടീമുകളും രക്ഷാപ്രവർത്തനത്തിൽ സഹായിക്കാൻ യാത്രയിലുണ്ട്. യമുനാ നദിയുടെ കേസി ഘട്ടിന് സമീപം ഒരു ബോട്ട് മുങ്ങി. ഇതുവരെ 22 പേരെ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. രക്ഷപ്പെടുത്തിയവർ ഉടൻ തന്നെ ആംബുലൻസുകളിലും 8 പോലീസ് റെസ്പോൺസ് വെഹിക്കിൾ യൂണിറ്റുകളിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എത്ര പേർ സുരക്ഷിതരാണെന്നും എത്ര പേർക്ക് ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടുവെന്നും നിർണ്ണയിക്കാൻ ഞങ്ങൾ നിലവിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഇവിടെ ഒരു പോണ്ടൂർ പാലമുണ്ട്. അത് കേടുപാടുകൾ സംഭവിച്ച നിലയിലായതിനാൽ ഒരു ഏജൻസി പോണ്ടൂണുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയായിരുന്നു. ഈ നടന്നുകൊണ്ടിരിക്കുന്ന അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടാണ് അപകടം സംഭവിച്ചതെന്ന് സംശയിക്കുന്നുവെന്നും റൂറൽ SP സുരേഷ് ചന്ദ്ര റാവത്ത് വ്യക്തമാക്കി. 22 പേരെ രക്ഷപ്പെടുത്തി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയതായി പോലീസ് സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും രക്ഷപ്പെട്ടവരുടെ കൃത്യമായ എണ്ണം ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജീവഹാനിയിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മധുര ജില്ലയിലുണ്ടായ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിലുണ്ടായ ജീവഹാനി വളരെ ദുഃഖകരവും ഹൃദയഭേദകവുമാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എന്റെ ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഉടൻ സ്ഥലത്തെത്താനും പരിക്കേറ്റവർക്ക് ശരിയായ വൈദ്യ ചികിത്സ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അധികൃതർ തുടരുന്നതിനാൽ തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.